പ്രോഡക്റ്റിന്റെ റീച്ചും പ്രോഫിറ്റും അതിന്റെ മാർക്കറ്റിംഗിനെയും സെയിൽസിനെയും ആശ്രയിച്ചിരിക്കും. ഏതൊരു ഓൺട്രപ്രണറും ഏറ്റവും കൂടുതൽ ഹോംവർക്ക് ചെയ്യേണ്ടതും ഇക്കാര്യത്തിലാണ്. ഹെഡ്സ്റ്റാർട്ട് സ്റ്റാർട്ടപ്പ് സാറ്റർഡേയിൽ സംഘടിപ്പിച്ച ചർച്ചയും സെയിൽസിന്റെ പുതിയ മാർഗങ്ങളെക്കുറിച്ചാണ്. സോ നമ്പർ വൺ തിങ് എന്ന് പറഞ്ഞാൽ ഇസ് ടു ബിൽഡ് ദാറ്റ് ബയർ പേഴ്സോണ, റൈറ്റ്? എക്സാക്ട്ലി ആരാണ് എൻ്റെ പ്രൊഡക്റ്റ് മേടിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്തണം. അത് എത്തിക്കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് വെരി സിമ്പിൾ. എൻ്റെ പ്രൊഡക്റ്റ് മേടിക്കാൻ പോകുന്ന ആൾ വേർ ഡു ദേ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദെയർ ടൈം, റൈറ്റ്? ഇസ് ഇറ്റ് ഓൺ എ വെബ്സൈറ്റ്, ഇസ് ഇറ്റ് ഓൺ ഫേസ്ബുക്ക്, ഇസ് ഇറ്റ് ഓൺ ഇൻസ്റ്റാഗ്രാം, ഇസ് ഇറ്റ് ഓൺ ലുലു മോൾ or wherever it is, right? And the third step is being in front of those places. ഓൺട്രപ്രണേഴ്സിനും സ്റ്റാർട്ടപ്പുകൾക്കുമായി ഹെഡ് സ്റ്റാർട്ട് സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് സാറ്റർഡേ അതിന്റെ സബ്ജക്റ്റുകൾ കൊണ്ട് ശ്രദ്ധേയമാണ്. സെയിൽസ് ആയിരുന്നു ഇത്തവണത്തെ വിഷയം. ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ വലിയ മുതൽ മുടക്കില്ലാതെ സെയിൽസ് വിങ്ങും കൊണ്ടുപോകണമെന്ന് SalesX.ioയുടെ ബിസിനസ് ഹെഡ് രാഹുൽ നായർ അഭിപ്രായപ്പെട്ടു. സെയിൽസ് ഈസ് നത്തിങ് ബട്ട് ഇൻഫ്ലുവൻസിങ്, പെർsuading, കൺവിൻസിങ് ആൻഡ് ഡെലിവർ വാല്യൂസ്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഈസി. ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റിൽ വാല്യൂ ഉണ്ടെങ്കിൽ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഈസിയാണ്, അയാൾക്ക് കൺവിൻസ് ചെയ്യാൻ ഈസിയാണ്. അയാൾക്ക് ഒരു വാല്യൂ മാത്രം ഡെലിവർ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാർക്കറ്റിംഗിനും സെയിൽസിനും കൃത്യമായ പ്ലാനിംഗ് വേണമെന്ന് ഫുൾ കോൺടാക്റ്റിന്റെ സെയിൽസ് ഡയറക്ടർ അശ്വിൻ ഷിബു. പ്രൊഫൗണ്ടിസിനെ ഫുൾ കോൺടാക്ട് ഏറ്റെടുത്തതിന് ശേഷം സെയിൽസിലുണ്ടായ മാറ്റവും അശ്വിൻ വിശദീകരിച്ചു. You can actually go ahead and say no to people, right? And that's become a very big enabler, right? So if there is a customer who's coming and telling us, illa I need this, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ എനിക്ക് 5-1 കോസ്റ്റിൽ വേണം എന്ന് പറഞ്ഞാൽ we'll just say no, right? And that's been a big relief for us, അല്ലെങ്കിൽ big power for us. ശരിക്കും പറഞ്ഞാൽ that's enabled us to be much more confident. ഇന്ത്യയിലുടനീളം 23 സെന്ററുകളിലായി ഹെഡ് സ്റ്റാർട്ട് സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് സാറ്റർഡേയിൽ സ്റ്റാർട്ടപ്പുകളും സംരംഭകരും ശ്രദ്ധ ചെലുത്തേണ്ട വിഷയങ്ങളാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. സംരംഭകർ ദിനംപ്രതി നേരിടുന്ന വിവിധ ചലഞ്ചുകൾ ഹെഡ് സ്റ്റാർട്ട് കൈകാര്യം ചെയ്യുന്നു. കേരളത്തിൽ കോഴിക്കോട്ടും കൊച്ചിയിലുമാണ് സ്റ്റാർട്ടപ്പ് സാറ്റർഡേ സംഘടിപ്പിച്ചത്.